2010 അമ്മ അമലഭാരതം എന്നുള്ള ഒരു പദ്ധതി അമ്മ നടപ്പിലാക്കി. അതിന് കാരണം ഭാരതത്തെക്കുറിച്ച് മോശമായ, ഭാരതം വൃത്തിയില്ലാത്ത രാജ്യം എന്ന് വിദേശങ്ങളിൽ പ്രചരിച്ചിരുന്നത് അമ്മയെ വളരെയധികം വേദനിപ്പിച്ചു. അതിന് ഒരു പരിവർത്തനം ഉണ്ടാകണം എന്നുള്ള ഒരു സങ്കല്പത്തോടെയാണ് അമലഭാരതം അമ്മ ആരംഭിച്ചത്. അമലഭാരതം വലിയ 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 യജ്ഞങ്ങൾക്ക് ഇടയാക്കി. ശബരിമല ശുചീകരണ യജ്ഞം 5000-ഓളം വോളണ്ടിയേഴ്സിനെ സംഘടിപ്പിച്ചുകൊണ്ട് പലതവണ 10-12 തവണ നമ്മൾ ശബരിമല ശുദ്ധീകരിച്ചു, പമ്പാനദി ശുദ്ധീകരിച്ചു. നമുക്കറിയാം, ഗംഗാനദിയുടെ ശുദ്ധീകരണത്തിന് വേണ്ടി അമ്മ 100 കോടി രൂപ അമ്മ ദാനം ചെയ്തു. അതുപോലെ ആയിരക്കണക്കിന് യജ്ഞങ്ങൾ സംഘടിക്കപ്പെട്ടു. ഇന്നും 3000-ഓളം പേരെ സംഘടിപ്പിച്ചുകൊണ്ട് നമ്മൾ ഒരു വലിയൊരു ശുചീകരണ യജ്ഞം നടപ്പിലാക്കി. ഇതിൽ പങ്കെടുക്കുമ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാകുന്നുണ്ട്. മനുഷ്യൻ്റെ മനസ്സിലാണ് ഈ പരിവർത്തനം വരേണ്ടത്. അമ്മ പറയാറുണ്ട്, പരിസ്ഥിതിയല്ല മനസ്ഥിതിയാണ് മാറേണ്ടത്. മനസ്ഥിതി മാറുമ്പോൾ സ്വാഭാവികമായിട്ട് അത് പരിസ്ഥിതിയിൽ പ്രതിഫലിക്കും. ഞാൻ ഭാരതത്തിലുടനീളം ഇങ്ങനെയുള്ള ശുചീകരണ യജ്ഞങ്ങളിൽ പങ്കെടുത്ത ആളാണ്. അതിനുള്ള ഭാഗ്യമുണ്ടായി. ഇന്ന് ഈ ആലപ്പാടും കുലശേഖരപുരവും ആറാട്ടുപുഴയൊക്കെ 4 പഞ്ചായത്തുകളിൽ നമ്മൾ ശുചീകരണ യജ്ഞത്തിൽ പങ്കെടുത്തപ്പോൾ ഒരു കാര്യം വ്യക്തമായി. സമൂഹത്തിലുള്ള വേസ്റ്റിൻ്റെ അളവ് ഗണ്യമായി കുറഞ്ഞിരിക്കുന്നു. ഇപ്പോഴും നോക്കി ഏകദേശം 30% വേസ്റ്റ് മാത്രമേ നമ്മുടെ തീരപ്രദേശത്ത് കാണുന്നുള്ളൂ. മാത്രമല്ല, കടകളിൽ വേസ്റ്റ് ബിന്നുകൾ വെച്ചിരിക്കുന്നു. വീടുകളിൽ ശുചീകരണ തൊഴിലാളികൾ അതൊന്ന് ശേഖരിച്ചു പോകുന്ന ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു സംരംഭങ്ങൾ വന്നിരിക്കുന്നു. അതൊക്കെ വലിയ 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 പരിവർത്തനം. ഈ അടുത്ത കാലത്ത് ഞാൻ ലാഹ മുതൽ പമ്പ വരെ 50 കിലോമീറ്റർ യാത്ര ചെയ്തപ്പോൾ ഒരു മുട്ടായി കടലാസ് പോലും റോഡിൽ കാണാനിടയായില്ല. വലിയ സന്തോഷം തോന്നി. കാരണം ഒരു സിസ്റ്റം അത് നിലവിൽ വന്നു. ആളുകളുടെ മനസ്സിൽ അത് പരിവർത്തനത്തിന് ഇടയാകുന്നു. ശബരിമലയിൽ വലിയ വലിയ ETP പ്ലാന്റുകൾ, അതുപോലെ പ്ലാസ്റ്റിക് ബാൻ ചെയ്യാനിടയായി. ഇരുമുടിക്കെട്ടിലുള്ള പ്ലാസ്റ്റിക്കുകൾ അത് ഒഴിവാക്കാനിടയായി. പമ്പാനദിയിൽ വസ്ത്രം വലിച്ചെറിയുന്ന രീതി ഒഴിവായി. ഇന്നിപ്പോൾ കുട്ടികൾ 2300-ഓളം കുട്ടികൾ നമ്മുടെ യജ്ഞത്തിൽ പങ്കെടുത്തു. കുട്ടികളെ പങ്കെടുപ്പിക്കുക എന്ന് പറയുമ്പോൾ അമ്മ ഉദ്ദേശിക്കുന്നത് അതിൽ അവരെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിക്കുക എന്നുള്ളതല്ല. ആ കുട്ടികളിൽ പങ്കെടുക്കുമ്പോൾ അവരിലുണ്ടാകുന്ന ഒരു മാനസികമായ പരിവർത്തനം. ഈ ശുചീകരണ യജ്ഞത്തിൽ പങ്കെടുത്ത ഒരു കുട്ടി പറഞ്ഞു, എനിക്കിന്നൊരു ഒരു ഒരു മുട്ടായിയുടെ കവറോ അല്ലെങ്കിൽ ഒരു ബിസ്ക്കറ്റിൻ്റെ കൂടിൻ്റെ കവറോ എനിക്ക് റോഡിലേക്ക് വലിച്ചെറിയാൻ കഴിയുന്നില്ല. അത് പോക്കറ്റിൽ സൂക്ഷിക്കും. എവിടെയാണോ, കാരണം അത് വലിച്ചെറിഞ്ഞാൽ എന്തുമാത്രം പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് ഇവർ ഒരു തൊട്ടറിയുന്ന ഒരു അനുഭവമാണ്, ടാഞ്ചിബിൾ എക്സ്പീരിയൻസാണ് ഇതിൽ നിന്ന് കിട്ടുന്നത്. അത് ആ കുട്ടികളുടെ മാനസിക പരിവർത്തനത്തിനും അത് സാമൂഹ്യമായ നന്മയ്ക്കും ഇടയാക്കി എന്നുള്ളതാണ് അമലഭാരതത്തിൻ്റെ വിജയത്തിന് കാരണം. അതിനുശേഷം നമ്മുടെ പ്രിയങ്കരനായ പ്രധാനമന്ത്രി സ്വച്ഛ ഭാരതം കൊണ്ടുവന്നു. ഇന്ന് അമലഭാരതം മാറി സ്വച്ഛ ഭാരതമായി. സ്വച്ഛ ഭാരത യജ്ഞങ്ങൾ, ലക്ഷക്കണക്കിന് യജ്ഞങ്ങൾ ഇന്ത്യ മുഴുവൻ നടപ്പാകുന്നുണ്ട്. ഭാരതം 3ാമത്തെ ലോകത്തിലെ സാമ്പത്തിക ശക്തിയായി ഉയർന്നുകൊണ്ടിരിക്കുന്ന ഈ കാലത്തിൽ നമുക്ക് അഭിമാനിക്കാവുന്ന വിജയങ്ങളും നേട്ടങ്ങളും അമലഭാരതത്തിന് ഉണ്ടായിട്ടുണ്ട്. ഇനിയും എന്തൊക്കെ മുമ്പോട്ട് പോകാമെന്നുള്ള കാര്യങ്ങളിലേക്കുള്ള ചിന്തകൾ അത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് അപ്ലിഫ്റ്റ്മെൻറ്റ്, ഒരു പുനരുദ്ധാരണം ഈ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഓം അമൃതേശ്വരി.